ദശാവതാരം. ശ്രീ മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ. 1. മത്സ്യാവതാരം. പ്രളയകാലത്ത് വേദങ്ങളെ രക്ഷിക്കാനും ജീവജാലങ്ങളെ സംരക്ഷിക്കാനും മഹാവിഷ്ണു മത്സ്യരൂപം സ്വീകരിച്ചു. 2. കൂർമാവതാരം. ക്ഷീരസമുദ്രമഥന സമയത്ത് മന്ദരപർവ്വതത്തിന് അധിഷ്ഠാനം നൽകാൻ വിഷ്ണു ആമയായി അവതരിച്ചു. 3. വരാഹാവതാരം. ഹിരണ്യാക്ഷൻ ഭൂമിയെ സമുദ്രത്തിനടിയിലാക്കി. ഭൂമിയെ രക്ഷിക്കാൻ വിഷ്ണു വരാഹരൂപത്തിലെത്തി. 4. നരസിംഹാവതാരം. ഹിരണ്യകശിപുവിന്റെ അധർമ്മം അവസാനിപ്പിക്കാൻ മനുഷ്യനും സിംഹവും ചേർന്ന രൂപത്തിൽ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. 5. വാമനാവതാരം. മഹാബലി ചക്രവർത്തിയുടെ അഹങ്കാരം കുറയ്ക്കാൻ വിഷ്ണു ബാലബ്രാഹ്മണ രൂപത്തിൽ വന്ന് 3 അടിയിലൂടെ ലോകമളന്നു. 6. പരശുരാമാവതാരം. അധാർമികരായ ക്ഷത്രിയരെ ശിക്ഷിക്കാൻ വിഷ്ണു പരശുരാമനായി അവതരിച്ചു. 7. രാമാവതാരം. രാവണനെ നശിപ്പിച്ച് ധർമ്മരാജ്യം സ്ഥാപിക്കാൻ ശ്രീരാമൻ അവതരിച്ചു. 8. കൃഷ്ണാവതാരം. കൗരവാധർമ്മത്തിനെതിരെ പാണ്ഡവരെ നയിച്ച് ഗീതോപദേശം നൽകിയ അവതാരം. 9. ബുദ്ധാവതാരം. അഹിംസയും കരുണയും പ്രബോധിപ്പിക്കാൻ വിഷ്ണു ബുദ്ധനായി അവതരിച്ചു. മഹത്തായ ശക്തി. 10. കൽക്കിയാവതാരം. കലിയുഗത്തിന്റെ അവസാനം അധർമ്മം നശിപ്പിക്കാൻ വെള്ള കുതിരപ്പുറത്ത് കൽക്കി അവതരിച്ച അവതാരം. ധർമ്മത്തിന്റെ ശക്തി. ലോകത്തിൽ അധർമ്മം വർദ്ധിക്കുമ്പോൾ ധർമ്മത്തെ സംരക്ഷിക്കാൻ ദൈവം വിവിധ രൂപങ്ങളിൽ അവതരിക്കുന്നു എന്നതാണ് ദശാവതാരത്തിന്റെ ആന്തര സന്ദേശം.